ഫെബ്രുവരിയിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ടീമിനെ ഇന്ത്യ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കരുത്തുറ്റ ടീമിനെ തന്നെയാണ് പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ടൂർണമെന്റിനായി ഇന്ത്യ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ടീമിൽ ഇനിയും മാറ്റം വന്നേക്കാമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. മികച്ച ഫോമിലുള്ള സ്പിന്നർ വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കാം എന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. ഇതുവരെ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കാത്ത ചക്രവർത്തി ഇന്ത്യൻ ഏകദിന ടീമിനൊപ്പം പരിശീലനം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിന് മുന്നോടിയായി നാഗ്പൂരിലാണ് താരം പരിശീലനം നടത്തുന്നത്. ഇതോടെയാണ് ചക്രവർത്തിയെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തിയേക്കും എന്ന സൂചനകൾ ശക്തമായത്. മുൻ ഇന്ത്യൻ താരം രവിചന്ദ്ര അശ്വിൻ വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും എന്ന തരത്തിലുള്ള പ്രവചനവും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു. ഫെബ്രുവരി 12-നാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സമയപരിധി അവസാനിക്കുന്നത്. ഈ സമയപരിധിക്കായി ഇനി ഒരാഴ്ചയോളം ബാക്കിയുണ്ട്. ചക്രവർത്തി ഇന്ത്യൻ ഏകദിന ടീമിൽ സ്ഥാനം പിടിക്കുന്നതിനെക്കുറിച്ച് BCCI ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ ഒരുപക്ഷെ താരം ടീമിൽ ഉൾപ്പെട്ടേക്കാമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചെത്തിയ ശേഷം ചക്രവർത്തി മികച്ച ഫോമിലാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 11.25 ശരാശരിയിൽ 31 വിക്കറ്റുകൾ താരം നേടി. നവംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന പരമ്പരയിൽ 12 വിക്കറ്റുകൾ വീഴ്ത്തിയ ചക്രവർത്തി ഒരു T20 ദ്വിരാഷ്ട്ര പരമ്പരയിൽ ഇന്ത്യൻ ബോളർ നേടുന്ന ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കി. തൊട്ടുപിന്നാലെ ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിൽ 5 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റുകൾ വീഴ്ത്തി 33-കാരനായ ചക്രവർത്തി സ്വന്തം റെക്കോർഡ് തിരുത്തിക്കുറിക്കുകയും ചെയ്തു. ഏകദിനത്തിൽ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിക്കാൻ കാത്തിരിക്കുന്ന വരുൺ ചക്രവർത്തി 2024-25 വിജയ് ഹസാരെ ട്രോഫിയിൽ തമിഴ്നാടിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിരുന്നു. 6 മത്സരങ്ങളിൽ നിന്ന് 18 വിക്കറ്റുകളാണ് താരം നേടിയത്. ടൂർണമെന്റിൽ 7 മത്സരങ്ങളിൽ നിന്ന് 20 വിക്കറ്റുകൾ വീഴ്ത്തിയ അർഷ്ദീപ് സിംഗിന് തൊട്ടു പിന്നിലായിരുന്നു ചക്രവർത്തിയുടെ സ്ഥാനം. ചാമ്പ്യൻസ് ട്രോഫി ടീമിലെത്താൻ നിലവിലെ സാഹചര്യത്തിൽ വരുൺ ചക്രവർത്തിക്ക് മുന്നിലുള്ള വെല്ലുവിളി ടീമിൽ ഇതിനകം തന്നെ സ്ഥാനം കണ്ടെത്തിയ സ്പിന്നർമാർ തന്നെയാണ്. 4 സ്പിന്നർമാരെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ടീമിലുള്ള സ്പിന്നർമാർ. ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായി ഹർഷിത് റാണ ടീമിലെത്തിയത് ഒഴിച്ചു നിർത്തിയാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരക്കും ചാമ്പ്യൻസ് ട്രോഫിക്കും ഒരേ സ്ക്വാഡിനെ തന്നെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് പരമ്പരയിൽ കുറഞ്ഞത് ആദ്യ 2 മത്സരങ്ങളിലെങ്കിലും ബുംറ കളിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഹർഷിത് റാണയെ ഏകദിന പരമ്പരക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തിയത്. ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ വരുൺ ചക്രവർത്തി ഉണ്ടാകുമോ എന്ന ചർച്ച നടക്കുന്നുണ്ട്. അദ്ദേഹം ടീമിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നു. എല്ലാ ടീമുകളും പ്രഖ്യാപിച്ചത് താൽക്കാലിക സ്ക്വാഡാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ഇതായിരുന്നു അശ്വിന്റെ വാക്കുകൾ. ഫെബ്രുവരി 12 വരെ ടീമുകൾക്ക് സ്ക്വാഡിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഈ ഡെഡ്ലൈൻ കഴിഞ്ഞാൽ പിന്നെ പരിക്കേറ്റ താരങ്ങളെ മാത്രമേ മാറ്റാൻ കഴിയൂ. അതിന് ICC ടെക്നിക്കൽ കമ്മിറ്റിയുടെ അംഗീകാരവും ആവശ്യമാണ്.